കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണൻ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. എന്താണ് പറയുന്നത് നോക്കൂ. ഇവിടെ വളരെ അധികം ചിന്തിക്കേണ്ട കുറച്ച് വരികളാണ് ഇവിടെ. ഞാനിവിടെ അങ്ങനെയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ പാദസേവകനാണ്, അല്ലേ? പാദസേവകനായ ഭക്തനാം ദാസനാണ് ഞാൻ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇവിടെ ഈ മൊത്തം ഈ പ്രകൃതിയെ ഒരു പ്രകൃതിയെ ഒരു ബ്രഹ്മാണ്ട പുരുഷനായി സങ്കല്പിച്ചാൽ എന്ന് പറഞ്ഞാൽ തലം ആകാശമെന്നോ ഭൂമി അങ്ങനെ ശരീരമെന്നോ ജലാശയം രക്തമെന്നോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു മൊത്തം വലിയ ബ്രഹ്മാണ്ട പുരുഷൻ. ആ പുരുഷനുള്ളിൽ ആണ് നമ്മളൊക്കെ താമസിക്കുന്നത്. ആ ഒന്നിനുള്ളിൽ ഒന്നൊന്നായിട്ട് അല്ലേ? ആ ബ്രഹ്മാണ്ട പുരുഷനിലാണ് സകല ജീവജാലങ്ങളും ഞാനും നിങ്ങളും ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഓൾ ആനിമൽ ബീബേൺസ് ഒക്കെ താമസിക്കുന്നത് ആ ബ്രഹ്മാണ്ട പുരുഷനാണെന്ന്. ആ വിരാട പുരുഷൻ, വിരാട സ്വരൂപൻ എന്നൊക്കെ നമ്മൾ പറയല്ലേ, ആ വിരാട സ്വരൂപന്റെ മുഖം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ വിരാട സ്വരൂപന്റെ മുഖമാണ് ബ്രാഹ്മണർ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, അവർ ഏറ്റവും ഉത്തമാംഗം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാണ് എന്നൊരു സങ്കല്പം. മാത്രമല്ല, ആ വിരാട പുരുഷന്റെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയന്മാർ ഉത്ഭവിച്ച് എന്ന് പറയുന്നു. ആലോചിക്കണം, ആ വിരാട പുരുഷന്റെ കൈകളിൽ നിന്ന്. കാരണം ഈ പ്രപഞ്ചത്തെ ഒരു പുരുഷനായി ചിന്തിച്ചാൽ ആ പുരുഷന്റെ കൈകളിൽ നിന്നാണ് അത്ര ക്ഷത്രിയന്മാർ ഉണ്ടായത്. അതുപോലെ ആ ബ്രഹ്മാണ്ട പുരുഷന്റെ തുടകളിൽ നിന്നാണ് വൈശ്യന്മാർ ഉത്ഭവിച്ചെന്ന് പറയുന്നു. അതുപോലെ ആ വിരാട പുരുഷന്റെ പാദത്തിലാണ്, കാലിൽ നിന്നാണ് ശൂദ്രന്മാർ ജനിച്ചത് എന്ന് ഇപ്പൊ പിടുത്തം കിട്ടിയില്ല. അപ്പൊ ഈ പാദസേവകൻ എന്ന് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നുണ്ടെങ്കിൽ എഴുത്തച്ഛൻ കുലീന വർഗജാതകനല്ല, ശൂദ്രവർഗം എന്ന് പറയപ്പെടുന്നു. ഏറ്റവും താഴ്ന്ന എഴുത്തച്ഛൻ എന്ന ജാതി അല്ലെങ്കിൽ ആ സെക്ഷനിലാണ് മൂപ്പര് ജാതനായിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത് എന്താ, പാദസേവകൻ, ഞാനൊരു പാദസേവകനാണ് ഈ അല്ലെ ഏത് ഈ വിശ്വപ്രപഞ്ചത്തിന്റെ ബ്രാഹ്മണർക്ക് ഉന്നത സ്ഥാനം നൽകുന്നെങ്കിൽ ഞാൻ ശൂദ്രനാണ്. അങ്ങനെയുള്ള ഒരു പാദസേവകനായ ഭക്തനാണ് ഞാൻ, അതീവ ഭക്തനാണ്, ഡിവോട്ടിയാണ്, ഭക്തനാം ദാസനാണ് അവരുടെ, അല്ലെ? അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പിന്നെ ബ്രഹ്മപാദജൻ അജ്ഞാനിന, അങ്ങനെ ഈ ബ്രഹ്മത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, പാദത്തിൽ നിന്ന് ജനിച്ച ഞാനൊരു അജ്ഞാനിയാണ്, ജ്ഞാനിയല്ല. പാദജൻ അജ്ഞാനിനാം, ആ അജ്ഞാനി ജനിച്ചിട്ടുള്ളവരിൽ ആദ്യ വ്യക്തി ശൂദ്രൻ ഒരു പക്ഷെ ഞാനായിരിക്കാം. ആദ്യനായുള്ളൊരു ഞാൻ, ഫസ്റ്റ് പേഴ്സൺ എന്നല്ലേ? വേദസംഹിതമായി അതാണ് അത്രയാ 4 വരിയുടെ അർത്ഥം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാവും. ഒന്നുകൂടി ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ടാണ് പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിന ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ. ഇത് ഈ പറഞ്ഞ തത്വം
വേദസംഹിതമായി മുമ്പുള്ള അല്ലെ ഇതിന് മുമ്പുള്ള അല്ലെങ്കിൽ ശ്രീരാമായണം. അപ്പൊ ഈ എഴുത്തച്ഛൻ അഡോപ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയാം അധ്യാത്മരാമായണം ശരിക്ക് സംസ്കൃതത്തിൽ വ്യാസനാണ് രചിച്ചത്. ആ അങ്ങനെ രചിച്ചിട്ടുള്ള രാമായണം അത് വേദത്തിന് തുല്യമാണ്. മുമ്പുള്ള രാമായണങ്ങളൊക്കെ അങ്ങനെ എന്ന് പറഞ്ഞാൽ വേദം പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് അത് ദേവഭാഷയിലാണ് എഴുതിയത്. അത് ഈ ശൂദ്രന്മാർക്കൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ മുമ്പുള്ള ഏതൊക്കെ രാമായണങ്ങളുണ്ടോ ആ രാമായണങ്ങളൊക്കെ തന്നെ ഈക്വൽ ടു വേദമാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പോൾ വേദസംഹിതമായിട്ടുള്ള മുമ്പുള്ള രാമായണം മുഴുവൻ അത് ബോധഹീനന്മാർക്കറിയാൻ വണ്ണം ചൊല്ലിയിടുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ബോധഹീനന്മാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർക്ക് ബോധഹീനന്മാർ പറഞ്ഞാൽ സാധാരണക്കാർക്ക് അറിയാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് ഞാൻ രചിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അർത്ഥം. ഇപ്പൊ നമ്മുടെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന സംസ്കൃത ലിപിയാൻ ഉണ്ടായിട്ടുള്ള രാമായണം ഒന്നും സാധാരണക്കാർക്ക് വായിച്ചു പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ബോധഹീനന്മാർക്ക്, ഫുളിഷ് പീപ്പിൾ, വളരെയധികം മണ്ടന്മാർക്ക് വേണ്ടി ഞാൻ മണ്ടന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ രാമായണം രചിക്കാൻ പോവുകയാണ്. അതിന് ജ്ഞാനികളാകുന്ന നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണം. ആരുടെ? ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ. നമ്മളൊക്കെ ബോധഹീനന്മാരാണല്ലേ, അപ്പം ബോധോദയമുള്ളവരല്ല. അപ്പൊ ബോധോദയം ഉള്ളവരുടെ അനുഗ്രഹം ഈ ബോധഹീനന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ അടിയൻ രചിക്കാൻ പോവുകയാണ്. അതും ഞാൻ തികച്ചും ഒരു ശൂദ്രവർഗത്തിൽ ജനിച്ച, എഴുത്തച്ഛൻ വിഭാഗത്തിൽ ജനിച്ച ഞാനാണ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ അറിവിലേക്ക് കൈകടക്കുന്നത് എന്ന് ഇത്ര വിശാലമായിട്ടാണ് വ്യാഖ്യാനം നോക്കും. അപ്പം ബോധഹീനന്മാർക്ക് അറിയാൻ വണ്ണം ചൊല്ലിവിടുന്നേ എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്താ? വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. അടുത്ത വരി കുറച്ച് ഇതേമാതിരി ചിന്തിക്കേണ്ട വരിയാണ്. എന്താണത്? ഇവിടെ ചിന്തിക്കേണ്ട വരി എന്ന് പറയാൻ കാരണം അതൊന്ന് പദച്ഛേദം ചെയ്താൽ എന്താണ് ഇവിടെ പറയുന്നു? എന്താണ്? വേദം പ്ലസ് വേദാംഗം പ്ലസ് വേദാന്തം, അങ്ങനെ 3 കാര്യങ്ങളാണ് ഒരൊറ്റ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഈ പദങ്ങളെ കൊണ്ട് അമ്മാനമാടുന്നു എന്ന് ഞാൻ പറയാൻ കാരണം. അതായത് വേദം, പിന്നെന്തുണ്ട് അതില്? വേദാംഗം, പിന്നെന്തുണ്ട്? വേദാന്തവും ഉണ്ട്. അപ്പൊ വേദം പ്ലസ് വേദാംഗം പ്ലസ് വേദാന്തം. ഇനി അത് പറയുമ്പോൾ നമുക്ക് വേദം എല്ലാവർക്കും അറിയാല്ലേ, 4 വേദങ്ങൾ അല്ലെ? അപ്പൊ സാമ അങ്ങനെ 4 വേദങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ബ്രാഹ്മണരൊക്കെ ആ 4 വേദങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ്. ശരിക്കും അവരെയാണ് തന്ത്രി എന്ന് നമ്മൾ അറിയേണ്ടത്. ഇന്നിപ്പോ തന്ത്രിമാരൊന്നും വേദപഠനം ഉള്ളവരാണോ എന്ന് ചോദിച്ചാൽ അതൊന്നറിയില്ല. അപ്പൊ തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന 4 വേദങ്ങള്, പുരാണങ്ങള്, ഉപനിഷത്തുകള്, ഇതൊക്കെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവരാണ് ശരിക്കും തന്ത്രി വര്യന്മാർ എന്നാണ്. പക്ഷെ ഇന്ന് കോടതി വരെ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ അപ്പാ എന്ന്. ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാണ് ശരിക്ക് തന്ത്രം അറിയുന്നവര്, തന്ത്രി എന്ന് പറയപ്പെടുന്ന അവര്. അപ്പൊ ഇവിടെ അത് അങ്ങനെയുള്ള വേദം, അറിവ്, വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ്, നോളേജ്, എല്ലാ ഈ കാണാവുന്ന എല്ലാ മാക്രോ മൈക്രോ പരിജ്ഞാനങ്ങൾ, സ്ഥൂല സൂക്ഷ്മ വിവരങ്ങൾ ഉള്ളടങ്ങുന്ന വേദസംഹിതകളൊക്കെ അതിൽപ്പെടും. അപ്പൊ വേദം. പിന്നെന്താ? വേദാംഗം. വേദാംഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ വേദം താങ്ങി നിൽക്കുന്ന ഒരു 6 കാലിലാണ് അല്ലെ, 6 പില്ലറിലാണ് വേദം നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വേദം പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പേയുള്ള ആ വേദം ബേസ് ചെയ്തിരിക്കുന്ന 3 അംഗങ്ങളിലാണ്. അതിന് വേദാംഗം എന്ന് പറയുന്നത്.
6 വേദാംഗങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്നറിയോ? 6 വേദാംഗങ്ങൾ: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, അതുപോലെ ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് 6 വേദാംഗങ്ങൾ. അപ്പോൾ എന്താണ് ഈ വേദം പഠിക്കണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ്. അയ്യോ, ഏതൊക്കെ അറിഞ്ഞിരുന്നത്? ശിക്ഷാന്നും ശീഷാന്നും സംസ്കൃതം. അപ്പോൾ ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ശിക്ഷയല്ല. ശിക്ഷ മീൻസ് ഉച്ചാരണം, പ്രൊണൗൺസിയേഷൻ, അപ് ടു പ്രൊണൗൺസിയേഷൻ. അപ്പോൾ കൃത്യമായിരിക്കുന്ന ഉച്ചാരണ ശേഷി വേണം സംസ്കൃതങ്ങൾ പഠിക്കണമെങ്കിൽ. അപ്പോൾ അത് ആദ്യം പഠിക്കണം, ഹൗ ടു പ്രൊണൗൺസ് എന്നുള്ളത്. അപ്പോൾ അത് ഫൊണറ്റിക്സ് നമ്മൾ നന്നായി പഠിക്കണം എന്നുള്ളത്. ഫോണറ്റിക് ആൽഫാബറ്റ് ഈസ് ടു ബി സ്റ്റഡീഡ് ബിഫോർ ഗോയിങ് ടു ലേൺ വേദാസ്. വേദാസ് പഠിക്കാൻ പോകുന്നതിന് മുമ്പേ ഫോണറ്റിക് ആൽഫാബറ്റ് പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ അതാണ് ശീഷ എന്നുള്ളത്. പിന്നെ കൽപ്പം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അനുഷ്ഠാനങ്ങൾ എന്നാണ്. അപ്പോൾ ചില പ്രത്യേക രീതിയിലുള്ള, എനിക്ക് നമ്മൾ ഡീറ്റെയിൽ പോകുന്നില്ല, അനുഷ്ഠാനങ്ങൾ. വേദം പഠിക്കണമെങ്കിൽ ചില അനുഷ്ഠാനങ്ങൾക്ക് വിധേയമായിട്ടേ പറ്റൂ. അല്ലാണ്ട് ഇപ്പോഴത്തെ കാണുന്ന കലാലയങ്ങളിൽ കാണുന്ന പോലെ തോന്നുമ്പോൾ ചെല്ലുക, തോന്നുമ്പോൾ പഠിക്കുക, അതൊന്നും പറ്റില്ല. ചില കൃത്യമായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾക്ക് വിധേയമായിട്ടേ വേദപഠനങ്ങൾ നടത്താൻ പറ്റൂ. അത് ഗുരുവര്യന്മാരുടെ മുഖത്തുനിന്ന് പഠിച്ചെടുക്കേണ്ടതാണ്. പിന്നെ വ്യാകരണം എല്ലാവർക്കും അറിയാം, ഗ്രാമർ. ഓരോ ഭാഷയ്ക്കും അതിൻ്റെ ഗ്രാമറുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യാകരണം നമുക്കറിയാം. സംസ്കൃതത്തിൽ പാണിനീയ ഗ്രാമറൊക്കെ പഠിച്ചിരിക്കണം, എന്നാലേ വേദം പഠിക്കാൻ പറ്റൂ. അതാണ് നമ്മൾ ഈ വ്യാകരണത്തിൽ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വരുന്ന നിരുക്തമാണ്. നിരുക്തത്തിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പദച്ഛേദം. ഈ വാക്കിന് നമ്മൾ എത്ര പദങ്ങൾ ഛേദം ചെയ്തിട്ടാണ്, അല്ലേ? ഇപ്പോൾ വേദം, വേദാംഗം, അല്ലേ, വേദാന്തം, ഇങ്ങനെ ഒരു വലിയ വാക്ക് ഒരു വാക്യം കിട്ടിയാൽ അതെങ്ങനെ പദച്ഛേദം ചെയ്യണം? ഇത് മാത്രമല്ല, ഒരുപാട് പദച്ഛേദങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ പദച്ഛേദങ്ങളൊക്കെ അറിയാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് വേദം പഠിക്കാൻ അധികാരിയുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് സാധാരണ വ്യാകരണത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരുക്തത്തിൽ പഠിച്ചെടുക്കുന്നത്, ഹൗ ടു ഡിവൈഡ്, അതിൻ്റെ സിലബിൾസ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. പിന്നെയുള്ളതാണ് ഛന്ദസ്. ഛന്ദസ് എന്ന വൃത്താനുബന്ധമായിരിക്കണമല്ലോ നമ്മുടെ കാവ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അധികം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അനുഷ്ടുപ് അങ്ങനെ മുതലായ വൃത്തങ്ങളിലാണ്. സംസ്കൃതത്തിലൊക്കെ ഒരുപാട് വൃത്തങ്ങളുണ്ട്. ആ വൃത്തങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സംസ്കൃത പഠനം നടത്തി വേദം പഠിക്കേണ്ടത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ ലാസ്റ്റ് ജ്യോതിഷം എന്നുള്ളതാണ്. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് സമയക്രമമാണ്. ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എപ്പോൾ, ആ സമയത്തിലെ തിഥി ഇത്യാദികളൊക്കെ പഠനത്തിന് നമുക്ക് ജ്യോതിഷത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇക്കാലത്ത് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ വേദപഠനത്തിനും സമയം നോക്കാനുണ്ട്. അല്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ അറിവും നമ്മുടെ ടൈം ബേസ് ആണ്. അപ്പം ഇങ്ങനെ ഈ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ 6 സബ് ബേസ് പഠിച്ചതിന് ശേഷം വേദത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ വേദവും വേദാംഗം എന്ന് പറഞ്ഞാൽ അതാണ് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇങ്ങനെയുള്ള 6 വേദാംഗങ്ങൾ പ്ലസ് ഇനി ലാസ്റ്റ് എന്താ പറയുന്നത്? ലാസ്റ്റ് പറയുന്നതാണ് എന്ത്? നമ്മുടെ അടുത്ത് വേദാന്തം. വേദം പഠിച്ച് നമ്മൾ ചെല്ലുക വേദത്തിന്റെ അറ്റത്തിലേക്കാണ്. വേദത്തിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്യന്തികമായ സത്യം. അത് തപസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ വഴി, മനോനിഗ്രഹം വഴി നമ്മൾ ഏകാഗ്രത ലഭിച്ചാലേ നമുക്ക് ആത്യന്തികമായ സത്യം, വേദാന്തം. നമുക്കറിയാം, ഒരുപാട് വേദാന്തത്തെ ഉപനിഷത്തുകൾ എന്ന് പറയും. നമുക്ക് ചില ഉപനിഷത്തുകളുണ്ട്. ഒരു 108 ഉപനിഷത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 10 ദശോപനിഷത്തുണ്ട്. ആ ശങ്കരാചാര്യ ഭാഷ്യം രചിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഏതെങ്കിലും കടോപനിഷത്ത്, ഈശോപനിഷത്ത്, അങ്ങനെ ഉപനിഷത്തുള്ളതായിരിക്കും തോന്നുന്നു. അപ്പം ഈ ഉപനിഷത്ത് വേദം എവിടെ ചെന്നെത്തുന്നോ അറിവിന്റെ അറ്റമാണ്. അതായത് മനസ്സിനെ ഒരു ലബോറട്ടറി ആയി എടുത്ത് ആ ലാബിലൂടെ
എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന ഫാക്റ്റിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ക്രാന്തദർശികളായിരിക്കുന്ന മനുഷ്യകൾ മനസ്സുകൊണ്ട് അറിഞ്ഞെത്തിയ പരമസത്യത്തെയാണ് ശരിക്കും നമ്മൾ വേദാന്ത പഠനത്തിൽ ഉൾക്കൊള്ളുന്ന അതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഈ എഴുത്തച്ഛൻ പറയുന്നത് എന്താ, വേദാന്താദി വിദ്യകളെല്ലാം, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ വിദ്യകളും പറയാൻ എളുപ്പമാണ്, പഠിക്കാൻ അത്ര വളരെ വാസ്റ്റ് സിലബസ് ആണ്. ഇതൊക്കെ പഠിച്ചെടുത്തുമ്പോഴേക്ക് 10-15 കൊല്ലം മിനിമം വരും അല്ലേ. ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. അപ്പൊ ഞാൻ ഈ രാമായണ ചരിതം രചിക്കണമെങ്കിൽ എനിക്ക് വേദത്തിൽ അന്തർലീനമായിരിക്കുന്ന പോരാ പ്ലസ് എന്ത് വേണം, വേദാംഗത്തിൽ അന്തർലീനമായിരിക്കുന്ന പോരാ പ്ലസ് വേദാംഗത്തിലുള്ളതും വേദാന്തത്തിലുള്ളതും ആയ എല്ലാ അറിവുകളും വേണ്ട സമയത്ത് വേണ്ടതുപോലെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരാൻ അല്ലയോ നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണം, തുണയ്ക്കണം എന്ന്. ഇത്രയും ഒരു ഭാഗമാണ്